Hi friends, all കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് CapCut ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു CapCut ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് നമ്മളിത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭിക്കും, പക്ഷേ ഇന്ത്യൻ പ്ലേ സ്റ്റോറുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. കാരണം ഇന്ത്യയിൽ കുറച്ച് ആപ്പുകൾ ബാൻ ചെയ്തിട്ടുണ്ട്, ചൈനീസ് ആപ്പുകൾ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ആപ്പാണിത്, ഒരു ചൈനീസ് ആപ്പാണ്. അതുകൊണ്ടാണിത് നമുക്ക് ഇന്ത്യൻ പ്ലേ സ്റ്റോറുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കാത്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഗൂഗിളിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് CapCut.To എന്ന് പറയുന്ന ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് സെർച്ച് റിസൾട്ട് വരും. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ലിങ്കിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു സെയിം ലിങ്കിലോട്ട് തന്നെ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു Up-to-Down എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ട് വരും. അതിൽ ഈ ഒരു CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. ഇതിലൂടെ കാണാൻ പറ്റും ഗ്രീൻ കളറായിട്ടൊരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എനിവേ എന്നതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡിങ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരെ. ഫ്രണ്ട്സ്, അപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ അവിടെയും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡൗൺലോഡ്സ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആയത് കാണാം. അപ്പോൾ ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ടേംസ് ആൻഡ് പോളിസി ഒക്കെ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആകും വരും. ഇതിലൂടെ കാണാൻ പറ്റും ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്തെങ്കിലും ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള പ്രോബ്ലം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ചോദിക്കുന്ന പെർമിഷനൊക്കെ ഒന്ന് എലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൽ എന്തെങ്കിലും എടുക്കാം. ഇപ്പോൾ സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇവിടെ എഫക്റ്റിൽ പോയി നമ്മൾ ഈ ഒരു വീഡിയോ എഫക്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നൊരു പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. വെറുതെ ഒരു ആപ്പ് കയറ്റി നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ഒരു സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ VPN സേഫർ ഇൻ്റർനെറ്റ് എന്ന് ഇതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു VPN നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു VPN ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPN നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കൊന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു VPN ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു VPN ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു VPN ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഓപ്പൺ എന്നതിലോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു VPN ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ചോദിക്കുന്ന ഈ ഒരു ടേംസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ വരും. ഇത് ഇവിടെ മുകളിലുള്ള ഈ ഒരു ക്ലോസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു കണക്റ്റ് എന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ VPN കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിലോട്ട് വരിക. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് ഇവിടെ വന്ന് നമ്മളെ CapCut ആപ്ലിക്കേഷൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എല്ലാ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഏത് ഓപ്ഷനിൽ പോയാലും
നിങ്ങൾക്ക് ആ ഒരു നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ള ആ ഒരു പ്രോബ്ലം ഇപ്പോൾ അവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ CapCut ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു CapCut ആപ്ലിക്കേഷൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു VPN-ഉം ഓഫാക്കി വെക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് CapCut ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.